ക്രിസ്മസ് ആഘോഷത്തിന്റെ തിരക്കിലാണ് രാജ്യ തലസ്ഥാനം. കൊടും തണുപ്പിലും പുൽക്കൂടൊരുക്കിയും നക്ഷത്രം തൂക്കിയും ക്രിസ്മസിനെ വരവേൽക്കുന്നവർ. ഡൽഹി നഗരത്തിൽ നിന്നുള്ള കാഴ്ചയിലേക്ക് നമുക്കൊന്ന് പോയാലോ? കുറേ രസമുള്ള നമ്മൾ കേരളത്തിൽ അങ്ങനെ കുറേ ഒന്നും കാണാത്ത തരത്തിലുള്ള ഒരുപാട് ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് ഡൽഹിയിലെ തെരുവുകളിൽ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ തന്നെ നോക്കൂ, പലതരം വെറൈറ്റി. ഇപ്പം സ്റ്റാർ ആണെങ്കിൽ, അതല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ രൂപമാണെങ്കിൽ, ഒരുപാട് കൊന്തകൾ, അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ തന്നെ നോക്കൂ, ഒരുപാട് ആ മാലകൾ തുടങ്ങി ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഈ ഡൽഹിയിലെ വിപണിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇത് വന്ന് വാങ്ങുകയും ചെയ്യുന്നുണ്ട്. ഡൽഹിയിൽ യാത്രയ്ക്ക് എത്തുന്ന ആളുകൾ, ഇവിടെ താമസിക്കുന്ന ആളുകളൊക്കെ. അപ്പോൾ നമുക്ക് ആൾക്കാരോട് കൂടി സംസാരിക്കാം. മോർണിംഗ്. മലയാളിയാണല്ലേ? അതെ, ട്രീ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുമായിരുന്നു. എന്തൊക്കെ വാങ്ങി? ഇതൊക്കെ ഇതെന്തത്? ഇത് റെയിൻഡിയർ, ഏഞ്ചൽ. ഇനി എന്തൊക്കെ വാങ്ങണം? നോക്കിക്കൊണ്ടിരിക്കുക. ഓരോ വർഷവും അങ്ങനെ മാറി മാറി വരുമോ സാധനങ്ങൾ? വ്യത്യസ്തമായിട്ട് വരും. എങ്ങനെയാ ക്രിസ്മസ് പരിപാടിക്ക് എങ്ങനെയാ ആഘോഷിക്കാൻ? ശരി ചേച്ചി, താങ്ക് യു. ഇതാ ഒരുപാട് മലയാളി കുടുംബമുണ്ട് കേട്ടോ ഡൽഹിയിൽ. സ്റ്റാർ നോക്ക്, പല നിറത്തിലുള്ള നല്ല രസമുള്ള സ്റ്റാറുകൾ. It's a joyous season. It's a happy season. And it's a very special season for us. Okay. So, till the end of the 25th December, we do shopping and I can't explain. It's all a happy moment for us. Okay, thank you. Happy Christmas. Merry Christmas. അപ്പോൾ ഇതാണ് ക്രിസ്മസിൻ്റെ സന്തോഷം. ഭയ്യ കൈസേ? हैप्पी. आपका दुकान कैसे चल रहा है? ठीक चल रहा है. മനീഷ് കുമാറിനെ പോലെ കുറേ ആളുകൾ കച്ചവടം നടത്തുന്നുണ്ട്. ഒരുപാട് രസമുള്ള സാധനങ്ങളുണ്ട്. നേരത്തെ ഡേസി ചേച്ചിയും ഇവരൊക്കെ പറഞ്ഞ പോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഓരോ വർഷവും പുതുതായി ഈ വിപണിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പള്ളിയിലെത്തിയ ആളുകൾ അതൊക്കെ വാങ്ങി വീട് അലങ്കരിക്കാൻ പോവുകയാണ്. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ ആഘോഷത്തിൻ്റെ സന്തോഷത്തിൻ്റെതാണ് ഈ ആളുകൾക്ക് ഡൽഹിയിൽ. ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.